മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ പുലിമുരുകൻ. വൈശാഖ് സംവിധാനം ചെയ്ത ത്രില്ലർ ചിത്രം മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമെന്ന റെക്കോർഡും സ്വന്തമാക്കി. പുലിമുരുകന്റെ റെക്കോർഡുകൾ തകർക്കും എന്ന അവകാശവാദവുമായിട്ടാണ് നവാഗതനായ ഹനീഫ് അദേനി ഒരുക്കിയ മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദർ എത്തിയത്. വെല്ലുവിളിച്ച പോലെ തന്നെ സംഭവിക്കുന്നു. ഫാൻസുകാർ പറഞ്ഞതുപോലെ തന്നെ റെക്കോർഡുകളെല്ലാം ഒരരികിൽ നിന്ന് സ്വന്തം പേരിലാക്കി കുതിക്കുകയാണ് ചിത്രം. അതിവേഗം 20 കോടി നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡാണ് ദി ഗ്രേറ്റ് ഫാദർ ഇപ്പോൾ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. 4 ദിവസം കൊണ്ടാണ് ദി ഗ്രേറ്റ് ഫാദർ ഈ നേട്ടം സ്വന്തമാക്കിയത്. മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പുലിമുരുകന്റെ ആദ്യദിന കളക്ഷൻ റെക്കോർഡ് തകർത്തുകൊണ്ടായിരുന്നു വിജയകുതിപ്പിന് ഗ്രേറ്റ് ഫാദർ തുടക്കമിട്ടത്. ഒരു മമ്മൂട്ടി ചിത്രത്തിന് അടുത്ത കാലത്ത് ലഭിക്കാത്ത തുടക്കമായിരുന്നു ഗ്രേറ്റ് ഫാദറിന് ലഭിച്ചത്. ഒരു മലയാള ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷനായിരുന്നു പുലിമുരുകൻ ആദ്യ ദിനം നേടിയത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ രജനീകാന്ത് ചിത്രം കബാലിക്കായിരുന്നു. 4.2 കോടി നേടിയ കബാലിയെയാണ് ഗ്രേറ്റ് ഫാദർ മറികടന്നത്. ദ ഗ്രേറ്റ് ഫാദറിന് നിലവിലുള്ള പ്രേക്ഷക പിന്തുണ അതേപോലെ തുടർന്നാൽ അതിവേഗം 50 കോടി എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കാം. നിലവിൽ അത് പുലിമുരുകന്റെ പേരിലാണ്. അടുത്ത ദിവസങ്ങളിൽ വലിയ റിലീസുകൾ ഉള്ളതിനാൽ ഈ നേട്ടം ഗ്രേറ്റ് ഫാദറിന് വലിയ വെല്ലുവിളിയാകും. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.